അങ്ങനെ iOS 26.6 ബീറ്റ 3 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന അപ്ഡേഷൻ എനിക്ക് വന്നിരിക്കുന്നത് 1.81 GB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബീറ്റാസ് റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS, macOS, visionOS, tvOS എന്നിങ്ങനെ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ബീറ്റാസും ഒഫീഷ്യൽ അപ്ഡേഷനായിട്ട് iOS 26.5.2ഉം iPadOSും macOSും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOS 26.6 ബീറ്റ 3 പറ്റി സംസാരിക്കാം. ഇതേപോലെ അടിപൊളിക്കാരെന്ന് നിങ്ങൾക്കറിയാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആണെങ്കിൽ കിട്ടില്ല വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാം. സോ ദിസ് ഈസ് ബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമുക്ക് അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സ് ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ആണ്. അവിടെ മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ iOS 26.6 എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ബിൽ നമ്പറും ബാക്കി ഡീറ്റെയിൽസും വരുന്നത്. 23G5052D എന്നാണ് ഈ ഒരു ബിൽ നമ്പർ വന്നിരിക്കുന്നത്. എനിക്ക് ലാസ്റ്റ് ബീറ്റ 2ലും ബീറ്റ 3ലും സെയിം ബിൽ നമ്പർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഈ പറയുന്ന ബീറ്റാസ് അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് ബീറ്റ 2ഉം ബീറ്റ 3ലും വലിയ ഒരു ഹ്യൂജ് ചേഞ്ചോ ബാക്കി കാര്യങ്ങളോ ആപ്പിൾ കൊണ്ടുവരുന്നില്ല. അതോടൊപ്പം മോഡേൺ ഫേംവെയർ കഴിഞ്ഞ അപ്ഡേറ്റിൽ എങ്ങനെയായിരുന്നു അതേ സെയിം ഫേംവെയർ തന്നെയാണ് ഈ ഒരു ബീറ്റിലും നമുക്ക് ലഭിക്കുന്നത്. സോ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു അപ്ഡേറ്റിലും പ്രോസസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആപ്പിൾ iOS 26 പുതിയ ബീറ്റാസും അതോടൊപ്പം ഒഫീഷ്യൽ അപ്ഡേറ്റ്സിലും ഇനി നിങ്ങൾക്ക് പുതിയ ഫീച്ചേഴ്സോ കാര്യങ്ങളോ കൊണ്ടുവരില്ല. കാരണം നമുക്കറിയാവുന്ന പോലെ iOS 27 ആപ്പിൾ മേജർ ഫോക്കസ് ചെയ്യുന്നത് ഫീച്ചേഴ്സിന് വേണ്ടി. ഈ പറഞ്ഞ 26 ഇനി സ്റ്റെബിലിറ്റി അപ്ഡേറ്റ്സ് അതോടൊപ്പം പെർഫോമൻസ് ലാഗ് ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഡിവൈസിന് മാക്സിമം ട്വീക്കിനായിരിക്കും ഇനി ഓരോ അപ്ഡേറ്റും ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ കുറച്ചധികം മാറ്റങ്ങൾ വരും എന്നുള്ള കോഡിങ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ആ കോഡിങ്ങിൽ കൂടെ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ സ്റ്റോളൺ ഡിവൈസ് പ്രൊട്ടക്ഷനിൽ നമുക്ക് ആൻറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി സ്നാച്ചിങ് ഡിവൈസിൻ്റെ ഓപ്ഷൻ വരും എന്നാണ് പറയുന്നത്. അതായത് സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ നേരെ നമ്മുടെ താഴത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് പോവാം. ഈ ഒരു ഓപ്ഷനിൽ നമുക്കത് ഇവിടെ കാണാൻ പറ്റും സ്റ്റോളൺ ഡിവൈസ് പ്രൊട്ടക്ഷൻ. ഈ ഒരു ഓപ്ഷനിൽ ആപ്പിൾ ഏറ്റവും പുതിയ ഒരു ആൻറ്റി സ്നാച്ചിങ് ഫങ്ഷനാലിറ്റി കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഫങ്ഷനാലിറ്റീസും ബാക്കി കാര്യങ്ങളും നമുക്ക് കോഡിങ്ങിലും കാണുന്നുണ്ട്. മേ ബി iOS 27 iPhone 18 Pro സീരീസ് റിലീസ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ഓപ്ഷൻ ബാക്കിയുള്ള ഡിവൈസിനും കൂടെ കൊടുക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷനാലിറ്റി ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഈ ഒരു ഓപ്ഷൻസ് ഇപ്പോൾ കോഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അടുത്തൊരു മേജർ ബഗ്ഗാണ് അപ്ഡേറ്റ് സൈസ് ഇറർ എന്ന് പറയുന്നത്. ഈ ഒരു ബീറ്റയുടെ സൈസ് നോക്കുമ്പോൾ മനസ്സിലാവും 1.81 GB ഈ ഒരു അപ്ഡേറ്റ് സൈസ് വന്നിരിക്കുന്നത്. പക്ഷേ ബീറ്റ 2 നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഹ്യൂജ് സൈസ് 7.56 GB ബീറ്റ 2ൽ വന്നിരിക്കുന്നത്. ചില കൂട്ടുകാർക്ക് ബീറ്റ 3യും ഇതേപോലെ 7 GB, 6 GB, 10 GB വരെ ഈ ഒരു അപ്ഡേറ്റ് സൈസ് പോകുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റ് സൈസിൻ്റെ അത്രയും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ടോ? അതുമില്ല. വിച്ച് മീൻസ് അതെന്തൊരു ഇററാണ്. ഈ പറയുന്ന 1 GB, 1.5 GB അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്ര MB ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന ഇറർ കാരണമാണ് 7 GB, 6 GB ഒക്കെ കാണിക്കുന്നത്. നമ്മൾ ഫോൺ കുത്തിയിട്ടിട്ട് 7 GB ഡൗൺലോഡ് ആവാനും അത് ഇൻസ്റ്റാൾ ആവാനുള്ള ടൈം നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സമയമൊന്നും എടുക്കുന്നില്ല ഈ പറയുന്ന 7 GB ഒക്കെ ആവാനായിട്ട്. സ്നാപ്പ് ഓഫ് എ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റിൽ അല്ലെങ്കിൽ 5 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഈ അപ്ഡേറ്റ് സൈസ് വന്നിരിക്കുന്നതിൽ എന്തോ ഇററുണ്ട്. ആ ഒരു അപ്ഡേറ്റ് സൈസിൻ്റെ ബഗ്ഗും ഈ ഒരു അപ്ഡേറ്റിൽ കുറേയധികം കൂട്ടർക്ക് വരുന്നുണ്ട്. ഇതേ സെയിം ഡൗട്ട് തന്നെയാണ് ഒഫീഷ്യൽ അപ്ഡേഷനിലും വരുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമ്പോൾ 700 MB ആയിരിക്കും വന്നത്, അല്ലെങ്കിൽ 1 GB ആയിരിക്കും. ചില കൂട്ടുകാർക്ക് അത് 8 GB, 10 GB വരെയൊക്കെ പോകുന്നുണ്ട്. അവിടെ ഒരു ഡിഫറൻസ് സിനാരിയോ ഉണ്ട്. അതായത് നിങ്ങൾ ഒഫീഷ്യൽ അപ്ഡേഷൻ ഇപ്പോൾ iOS 26.5 എടുക്കാം. ഇത് 26.6 അല്ലേ, 26.5 അല്ലെങ്കിൽ 26.4ലാണ് നിങ്ങൾ ലാസ്റ്റ് ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തെന്ന് കരുതുക. അതിനുശേഷം iOS 26.5 ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഏത് വന്നോ ആ ഒരു അപ്ഡേറ്റ് സൈസ് ഹ്യൂജ് ആയിരിക്കും. കാരണം
പ്രീവിയസ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിൻ്റെ ചെറിയ ചെറിയ ചേഞ്ചുകളും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചില കൂട്ടർക്ക് ആ ഒരു ഹ്യൂജ് അപ്ഡേറ്റ്സ് കാണിക്കുന്നത്. ഈ ഒരു ബേറ്റയിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു ബഗ്ഗായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. നിങ്ങൾക്കും ഇതേപോലെ അപ്ഡേറ്റ്സിൽ വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് ഈ ഒരു അപ്ഡേറ്റിൽ വരുന്ന ബഗ്സ് ആൻഡ് ബഗ് ഫിക്സസ് ഒന്ന് പറയാം. ഏറ്റവും വലിയൊരു ബഗ് എന്ന് പറയുന്നത് ഡിവൈസിൻ്റെ ഏജിങ് കാരണം ഉണ്ടാകുന്ന ഒരു സ്റ്റട്ടേഴ്സ് അല്ലെങ്കിൽ ലാഗാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വാൾപേപ്പർ മാറ്റാനായിട്ടുള്ള പെട്ടെന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു ഡിവൈസ് ചെറിയൊരു ലാഗ് കാണിക്കുന്നുണ്ട്. ബിക്കോസ് നമുക്കറിയാവുന്ന പോലെ iPhone 11 ആണ് iOS 26 റൺ ചെയ്യുമ്പോഴും iOS 27 റൺ ചെയ്യുമ്പോഴും ചിലപ്പോൾ നമുക്ക് ലാഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രായമായി തുടങ്ങി അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഡിവൈസിൽ കാണിക്കുന്നുണ്ട്. ഇനി ഫീഡ്ബാക്ക് ആപ്പിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് ആപ്പിൽ നമുക്ക് iOS 26.6 കുറച്ച് റിപ്പോർട്ട്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാവും റിസോൾവ് ഇഷ്യൂ, ഹെൽത്ത് കിറ്റിൽ റിസോൾവ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അതിപ്പം ഒബ്ജക്റ്റ് ക്യാപ്ചറിൽ നമുക്ക് റിസോൾവ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം റിസോൾവ് ഇഷ്യൂസ് ആണ്, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. വിച്ച് മീൻസ് ആപ്പിൾ എല്ലാ ബഗുകളും എല്ലാ പ്രശ്നങ്ങളും മാക്സിമം 26 റിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ഏറ്റവും ബെറ്ററും അതോടൊപ്പം സ്മൂത്ത് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആപ്പിൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, ഇനി ഓരോ അപ്ഡേറ്റിലും നിങ്ങൾക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് അല്ല മാക്സിമം ബഗ് ഫിക്സും അതോടൊപ്പം സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ശേഷം പെർഫോമൻസ് ഞാൻ നേരത്തെ പറഞ്ഞ സ്മൂത്ത് ആണെന്ന് വെച്ചാൽ സ്മൂത്ത് ആണ്, പക്ഷേ ചില സമയത്ത് ലാഗിങ് വരുന്നുണ്ട്. നമ്മൾ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക, ഫാസ്റ്റായിട്ട് പേജ് സ്ക്രോൾ ചെയ്യുക എന്നിങ്ങനെ വരുമ്പോൾ കോണ്ടന്റ് ലോഡ് ചെയ്യാനും ആപ്പ് ഐക്കൺസ് ഒക്കെ ലോഡ് ചെയ്യാനും ഒക്കെ ടൈം എടുക്കുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാരണം ഡിവൈസിൻ്റെ ഏജ്, രണ്ടാമത്തെ ഈ പറയുന്ന ബേറ്റ ചിലപ്പോൾ റൺ ചെയ്യുമ്പോഴും ആ ഒരു ബഗ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം ഇനി വരുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ iOS 26.6 പുതിയ ബേറ്റ നമുക്ക് നെക്സ്റ്റ് വീക്കിലും അതും iOS 27 നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ലഭിക്കാനാണ് ചാൻസ് ഉള്ളത്. പബ്ലിക് ബേറ്റ 27 നെക്സ്റ്റ് വീക്കിൽ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ പറഞ്ഞ സമ്മറിൽ iOS 27 നമുക്ക് ബേറ്റ ആയിട്ട് റൺ ചെയ്യും. സെപ്റ്റംബറിലായിരിക്കും, മിഡ് ഓഫ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒഫീഷ്യലായിട്ട് iOS 27 iPhone 18 സീരീസും കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ iOS 26.6 ഈ ഒരു ബേറ്റ 3യിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തൊട്ട് അത് കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ കിടിലൻ വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് ഇതേപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് Evin Xavier signing from Evica.